അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടപ്പാടിയിൽ നിന്ന് മുള്ളി വഴി ഊട്ടിയിലേക്ക് കടക്കാൻ പറ്റുമെന്ന്. ആ റൂട്ട് കുറച്ച് വർഷമായിട്ട് പൂട്ടിക്കിടക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. റൂട്ടാവുകൊണ്ട് തമിഴ്നാട് ടച്ച് ഉണ്ടാവുകൊണ്ട് റോഡൊക്കെ നല്ല ബെറ്ററായിരുന്നു. പിന്നെ ക്ലൗഡിയായ ആകാശവും പിന്നെ നാടൻ ഗ്രാമങ്ങളും ഒരു പഴമയിൽ കൂടിയുള്ള ഒരു ജീവിതം നമുക്കിങ്ങനെ കാണാം റോഡ് സൈഡിൽ. പിന്നെ നമ്മളും ഒരു നല്ല റോഡ് കിട്ടിയപ്പം ഒരു സ്പീഡിൽ നമ്മളും ഒരു ഇതിലിങ്ങനെ പോയി. നമുക്ക് കാണാൻ പറ്റിയ അടിപൊളി മൗണ്ടൈൻ വ്യൂസൊക്കെ കാണാൻ ഇവിടുന്ന് ഒരുപാട് നൈസാണ് റോഡ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട്. പോകുന്ന വഴിയിലാണെങ്കിൽ ചെറിയ ക്ലൈമറ്റ് കിട്ടാറുണ്ട്. പക്ഷേ അധികം ആരുമില്ല ഈ റോട്ടിൽ. നിങ്ങൾക്കൊക്കെ പറ്റിയ ഒരു അടിച്ച് പൊളിച്ച് ഓട്ടാൻ പറ്റിയതാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ കെയർഫുള്ളായിട്ട് നാച്ചുറലി ആയിട്ട് ഇങ്ങനെ കണ്ടുപോകാൻ എന്ത് രസമാണെന്ന് അറിയോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബെസ്റ്റ് വാച്ചാണ്, മസ്റ്റ് വാച്ച് സാധനം. പിന്നെ നമുക്ക് വഴിയിലാണെങ്കിൽ ഒരുപാട് ആൾക്കാരോട് ഞങ്ങൾക്ക് അറിയെങ്കിലും ചുമ്മാ അവരുടെ സംസാരവും ഭാഷയൊക്കെ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ചുമ്മാ നിർത്തിയിരുന്നു. അതും എല്ലാം അവരുടെ വർത്തമാനമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ പോകുന്ന വഴിയാണെങ്കിലും തെങ്ങും കൃഷി തന്നെയാണ് മെയിൻ ഇവിടെ നാട്ടിൽ. പുറത്തേക്ക് പോകാനൊന്നും അവർക്ക് ഒരുപാട് ടെക്നോളജിയും സംഭവങ്ങളും കടയൊന്നുമില്ല. സിമ്പിളായിട്ട് ഇവിടെയൊക്കെ ഉള്ളവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ്. പിന്നെ മഴ കൊണ്ട് നമ്മൾ ചെറിയ റെയിൻകോട്ടൊക്കെ ഇട്ട് ഒരു പോക്കായിരുന്നു. പക്ഷേ റെയിൻകോട്ട് എടുത്തത് ലാഭമായി എന്നാണ് ഈ പറയുന്നത്. പിന്നെ പോണ വഴിയാണെങ്കിൽ റോഡും എന്ത് രസമാണെന്നറിയോ. പിന്നെ ഇവരുടെ പ്രത്യേകത, ഇവരൊക്കെ വീട്ടിൻ്റെ പുറത്തൊക്കെ ഇരുന്ന് എല്ലാവരും സംസാരിച്ചുകൊണ്ടും ഒരു ഗ്രാമത്തിലുള്ളവരൊക്കെ ഒരു വീട്ടിൻ്റെ മുറ്റത്തുണ്ടാകും. പിന്നെ വഴിയിലാണെങ്കിൽ തന്നെ എല്ലാവരും അവരുടേതായ എല്ലാവരെയും അറിയും. അതുതന്നെയാണ്. പിന്നെ ഇവർക്ക് ഈ റോഡൊന്നും ഇനി 20 വർഷം നോക്കിയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒരുപാട് വണ്ടികളും അങ്ങനെയൊന്നുമില്ല. വളരെ കുറച്ച് ഇടയ്ക്ക് വരുന്ന ബസ്സുകൾ മാത്രമേ ഉള്ളൂ. ഇത് നേരെ പോകുന്നത് നമ്മളിപ്പോൾ കറക്റ്റ് എക്സാക്ട്ലി ഊട്ടി ചെക്ക് പോസ്റ്റിലേക്കാണ്. അവിടുന്ന് മേലെ മുള്ളി എന്ന് പറയുന്ന റൂട്ടുണ്ട്. അങ്ങനെ 2 റൂട്ടായിട്ടാണ്. പിന്നെ ചെക്ക് പോസ്റ്റ്, ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് നമ്മൾ റിട്ടേൺ അടിക്കുക എന്നുള്ള കരുതിയിട്ടാണ് പോകുന്നത്. അതായത് ജസ്റ്റ് അതുവരെ പോകുക എന്നിട്ട്. കാരണം ഒരുപാട് കാലമായിട്ട് ഉള്ളതാണ് ഈ റൂട്ട് ക്ലോസ്ഡ് ആണെന്ന് ഞങ്ങൾ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട്. നമ്മൾ വീഡിയോസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ റൂട്ടിൽ അലൗഡ് അല്ല. പിന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടിൽ വളരെ വ്യാപകമായിട്ട് നടത്തുന്ന ചന്ദനവും ആനവേട്ടയും അങ്ങനെ പല മൃഗങ്ങളെയും വേട്ടയാടുന്നത് കൊണ്ട് മാത്രമാണ് ഈ റൂട്ടിൽ കള്ളക്കടത്തുകൾ ഒരുപാട് കൂടിയത് കൊണ്ടാണ് തമിഴ്നാട് ബോർഡർ ഇത് ക്ലോസ് ചെയ്തത് കേരളക്കാർക്ക്. പക്ഷേ ഇവിടുത്തെ ലോക്കൽസിനൊക്കെ ഇവിടെ അലൗഡാണ്. പുറമേ അപ്പുറത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ടാണെങ്കിൽ ഊട്ടി വഴി വരികയാണെങ്കിൽ നമുക്ക് കയറാനും പറ്റുന്നതാണ്. അങ്ങനെ ഒരു കൊണസ്റ്റ് പിടിച്ച ഒരു റൂട്ടായിട്ടാണ് ഇത് കിടക്കുന്നത്. പക്ഷേ നമുക്ക് എന്താവുക എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. ഇവൻ നമുക്കൊരു ഭാഗ്യം, ലക്ക് പരീക്ഷിച്ച് നോക്കാം. കിട്ടിയ ഒരു ലക്ക്. എന്തായാലും കാഴ്ചകൾ ബെസ്റ്റാണ്. ഈ നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റ് വരെ പോണത് എന്തായാലും ഇപ്പോഴത്തെ കണ്ടതുകളൊക്കെ അടിപൊളി കാഴ്ചകളും ഇത് മതി. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചിട്ട് തന്നെ പോകുന്നത്. അതിനുള്ളത് കിട്ടി. ഇനി കിട്ടുകയാണെങ്കിൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞൊരു മൂഡിൽ നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ ഇവിടെയുള്ള മെയിൻ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ് കൃഷി, അങ്ങനെ ചെറിയ ഇടവേള കൃഷികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഒരു പ്രത്യേകത, അപൂർവമായിട്ടാണ് 2 നില വീടുകൾ നമുക്ക് കാണാൻ കഴിയുക. ഏറിയതും ഇവിടെ ഉള്ളതൊക്കെ ഒറ്റ നില വീടാണ്. അതും പലതും പല ഡിസൈനാണ്. ഒരു തമിഴ് ടച്ച് ഉണ്ടാവും ഇപ്പോൾ വീടിന്. ഈ വീടൊന്ന് കണ്ടു നോക്കിയാൽ അറിയാം.
ഒരു ഒരു ചട്ടമ്പി വീട് പോലെ ഉണ്ട്. നമ്മൾ ചട്ടമ്പിനടുത്ത ഒരു ഗ്രാമം, ആ ഒരു ഗ്രാമമാണ്. ഇവിടെയൊക്കെ പല ഫിലിം ഷൂട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ വേഷവിധാനങ്ങളൊക്കെ നമുക്ക് കാണാം. ജസ്റ്റ് ഒരു സാരിയും അത് ചിലവിലൊക്കെ ഉണ്ട്. ഉൾഗ്രാമത്തേക്ക് ഞങ്ങൾ അറിയാതെ റൂട്ട് കയറിയപ്പോൾ നമ്മളൊരു നാടൻ ഈ ആഫ്രിക്കൻ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇടണ പോലൊക്കെ ഉണ്ട്. കണ്ടതിനപ്പോൾ നമുക്ക് വളരെ കൗതുകമായിരുന്നു. അടിപൊളിയായിട്ട് അങ്ങനെ അവരൊക്കെ നല്ല രീതിയിലുള്ള ബിഹേവിയറിങ്ങും പരിപാടിയൊക്കെയാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്തായാലും കാഴ്ചകൾ നല്ല രസമുള്ളതാണ്. പേരയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉച്ചക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1 and 2 o'clock ആയിട്ടുണ്ട്. എന്തായാലും 5 മണിക്കാണ് ബോർഡർ ക്രോസ് ചെയ്യാന്ന് പറയുന്നത്. എന്തായാലും ഭാഗ്യം കിട്ടിയാൽ കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഓരോ കാഴ്ചകളാണ്. ആളിനോട് ചോദിച്ചു വെറൈറ്റി ടച്ചില്ലേ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമുക്കൊരു റൂട്ട് കിട്ടിയിട്ടുണ്ട് ഫൈനലി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തി ഒരു ബ്രേക്ക് എടുത്തതാണ്. അവിടുന്ന് ഒരു ചേച്ചി ഞങ്ങളോട് പറഞ്ഞു ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് ഞാനിപ്പോൾ ഇതിലൊന്നും പറയുന്നില്ല, പക്ഷെ ആ റൂട്ട് കുറച്ച് ഫോറസ്റ്റ് റൂട്ടാണ്. നിങ്ങളെ ഒരു സേഫായിട്ട് പോകണം, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദി ആവില്ല എന്നുള്ള നിലക്ക്. ഐ തിങ്ക് ആ റൂട്ട് ഞങ്ങൾക്ക് ഓൺലി 5 kilometer ഉള്ളൂ, പക്ഷേ നമ്മൾ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യും, അങ്ങനത്തെ ഒരു റൂട്ട്. പക്ഷേ ഞങ്ങൾക്ക് ലാഭമായി. എന്തായാലും ഞങ്ങൾ എത്രയോ 3-4 മണിക്കൂർ ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ബോർഡർ ക്രോസ് ചെയ്യും അങ്ങനത്തെ റൂട്ട് പറഞ്ഞു. ചേച്ചിനോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ആ റൂട്ട് ഞങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ആ റൂട്ട് കാണിച്ചാൽ എന്തായാലും വീഡിയോ എടുത്തു. പുഴ വന്നുണ്ട്. ആനപ്പിണ്ടി ഇതന്നെയാണ് ലെഫ്റ്റ്. അതിൻ്റെ സൈഡിൽ കൂടി റോഡ് ഉണ്ടോ? അതാ മണല് പറഞ്ഞത്. സാധനം ഉണ്ടാവും എന്ന് പറഞ്ഞ ഇവിടുത്തെ ആൾക്കാർ. അതെന്തായാലും പോയി നോക്കാം. ആന ഉണ്ടാവും നോക്കിപ്പോ പറഞ്ഞു. ആന
ഒന്നും ആർക്കും പറഞ്ഞു തരൂല. ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഞങ്ങൾ ഈ റൂട്ടിലാണ് വന്നത്. അങ്ങനെ എന്നിട്ട് ഈ റൂട്ടിൽ ചാടാനായിരുന്നു. അപ്പോൾ ഈ മെയിൻ റോഡ് എത്തിക്കണം. ഇതവിടെ പാലം കാണുന്നുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഏരിയ കൂടി പോയി, സീനൊന്നുമില്ല. അതിവിടെ വന്ന് നിൽക്കുക. എന്തായാലും റോട്ടിൽ കയറിക്കാം നമുക്ക്. അങ്ങനെയാണ് കാര്യങ്ങൾ. അവിടെ നിന്ന് കാണാം. അപ്പോൾ ഇതാണ് നേരെ നോക്കിയാലുള്ളതാണ് ഇപ്പോൾ പോണതാണ് നമ്മൾ ഊട്ടി റോഡ്. അപ്പോൾ റോഡിലേക്ക് എൻ്ററായി. ഗൈസ് ഒന്നും പറയാനില്ല, റോഡ് സൂപ്പർ, വാവ്, എന്താ അല്ലേ സീൻ റോഡുകൾ. തമിഴ്നാടിനോടൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം ഒരുപാട്. എന്തായാലും ഈ റോഡ് തുറക്കട്ടെ, ഹോപ്പ്ഫുള്ളി എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്നൊരു അടിപൊളി റൈഡായിരിക്കും നമുക്ക് കിട്ടുക. നമ്മുടെ കേരളത്തെ തട്ടപ്പാട് റോഡും കൂടി ശരിയായ. ഓ റോഡ് സീനറികൾ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഫോറസ്റ്റൊക്കെ ഒന്ന് കൈ കൊടുക്കാൻ തോന്നും റോഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ. നമുക്കൊന്ന് അങ്ങനെ, അതായത് ഓരോ കോർണറുകളും സീനായിരിക്കും. നമുക്ക് കടത്തിയെടുക്കാൻ പറ്റിയ വണ്ടി ഉണ്ടെങ്കിൽ നൈസായിരുന്നു. പക്ഷെ നമ്മളെ വണ്ടി അങ്ങനെ കുതിച്ച് പോവുകയാണ്. ഒരു കടമ്പ കിടന്ന് കഴിഞ്ഞാൽ അടിച്ച് വിട്ടാൽ മതി, സീനായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മളതിൻ്റെ എൻ്റർ ആയതിനു ശേഷം അപ്പോൾ ഇവിടെ നമ്മളെ ഇൻഫർമേഷനും എല്ലാം കൊടുക്കണം. ഇവർ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാളും. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് വരുത്തുന്ന പാസ് കിട്ടി. ചെക്ക് പോസ്റ്റിൽ ഞങ്ങളോട് ചോദിച്ചു, അതാ ഈ ബസ് കേരളമാണ്, KL. അപ്പോൾ ഓലം വന്ന് ചോദിച്ചു, ചെക്ക് പോസ്റ്റിൽ നിന്ന് വിട്ട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. കോട്ടയത്തൊക്കെ ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. ഇതാണ് ചെക്ക് പോസ്റ്റ്. അങ്ങനെയാണ് കാര്യങ്ങൾ. അയാൾ പറയുന്നത് മനസ്സിലാവണില്ല. നിങ്ങൾ എവിടുന്ന് വന്ന് അതുപോലെ പിന്നാലെ വന്നത് ചോദിച്ചിട്ടുണ്ട്. അവിടുന്ന് അയച്ചോന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഇനി ഏതോ റൂട്ട് അയക്കണോ? ഏത് റൂട്ടാണ് അത്? അവിടെ ബോർഡ് ഉണ്ടായി പൊട്ട. അതാ മുള്ളി. I never see the lights out. They got me overdrive. Fancy on a fast car. This is how you make me feel. Don't stress me now. I got the other dose. I'm feeling it in my bones.
ഗായ്സ് ഫൈനലി ദിസ് എങ്ങനെയുണ്ട് മുള്ളി വഴിയുള്ള റൂട്ട്. ഓ എൻ്റെ പൊന്നെ തണുപ്പും മലയും സഹിച്ചൂല. 43 എയർപിൻ ഉണ്ട്. അതിലിപ്പോൾ 4ാമത്തെ എയർപിന്നിലാണ്. ഇനി ആകെ 2-3 എയർപിന്നുള്ളൂ. നമ്മൾ വണ്ടി സുന്ദരകുട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് ദിസ് സുന്ദരകുട്ടൻ ഈസ് വെരി ഹാപ്പി. ഈ ചെടീൻ്റെ അടിയിൽ ഇതങ്ങനെ നിൽക്കുക, നല്ല രസമായിരിക്കും. ദീസ് സംതിങ് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടാം. ഓ യാ. ആൻഡ് ദിസ് വ്യൂ, ദിസ് വണ്ടി, എവറിത്തിങ് ഈസ് ബ്യൂട്ടിഫുൾ. നമുക്കൊന്ന് ഇങ്ങനെ പോയി ഈ തലപ്പത്ത് നിന്ന് വ്യൂ ഇങ്ങനെ കാണാം. മാണിക്ക ചിറകുള്ള മാനത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോ, കടന്നു കാണാനായി കൂടന്നു കൂട്ടാനായി ആകാശച്ചിറകിന് കൊടിഞ്ഞു പോ. ഹേ ഹേ കണ്ടു മലനിര. ഇതാണ്ടോ കുണ്ണകൾ കയറി വരുന്നു, ഇവിടെ അസ്താകുന്നു. ചാപ്പിയേ ഇത് കാണണമെന്ന് പോയത്, ഇതെവിടെ ഇങ്ങനെ ചത്ത് കടന്നോ? ചാപ്പിയേ കാണണം നായ, തണുക്കുള്ളതാണ്. ഒരു നാൾ ഉണ്ണാളെ മുടിയാതതാ. ചപ്പാത്തിക്കള്ള ചപ്പാത്തി വിറ്റത് കിട്ടൂല ചാപ്പേ. ഇത് കിട്ടണമെങ്കിലേ വണ്ടിയിൽ ഇതിൽ തന്നെ അങ്ങനെ കയറി വരണം. അത് മുള്ളി വെച്ച് അങ്ങനെ എൻ്റെ പല്ലിൽ വെച്ചാൽ കയറാൻ പറ്റൂല. ഒരുപാട് ടേക്ക് എ റിസ്ക് എടുക്കണം. ഫൈനലി ടേക്ക് എ റിസ്ക്, ഫൈനലി യു വിൽ ഗെറ്റ് യുവർ ബെസ്റ്റ് യുവർ ലൈഫ്. ഐ ലൈക്ക് ദിസ്. ഓ ഹോ ഹോ ഹോ. താങ്ക്സ് God everything for and this scene. അപ്പം അങ്ങനെ ഫൈനലി നമ്മൾ നാടുകാണി പോയി, നവോടല്ലൂർ നാടുകാണി പോയി, നേരെ നിലമ്പൂർ കാട്ടുപ്പൊടി ഇങ്ങനെ വന്നു, പാണ്ടിക്കാടെത്തി. നമുക്ക് വീട് പിടിക്കണം. ചായക്കടി നിർത്തിയതാണ്. ഏകദേശം 2 മണിയായി, 3 മണിയാവാനായിക്കണം. ഇരുന്നിട്ട് ഉറക്കം പോയി വരാനുണ്ട്, മഴയും പെയ്യുന്നുണ്ട്. ഒരു ഓംപ്ലേറ്റൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ വീട്ടിൽ പോയി ഒരൊറ്റ കടത്തം, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബാക്കി അടുത്തിട്ട് കാണാം.